പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ തുടരുകയാണ്. ലൈംഗിക പീഡന ആരോപണത്തിൽ രാജിക്കായി സമ്മർദ്ദമേറുമ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ രാഹുൽ തയ്യാറല്ല. ആരോപണത്തെ തുടർന്ന് പ്രതിരോധത്തിലായ രാഹുലിനോട് മാധ്യമങ്ങളുടെ മുന്നിൽ വാ തുറക്കരുത് എന്നാണ് നേതൃത്വത്തിന്റെ താക്കീത്. രാഹുൽ ഇരയെ അധിക്ഷേപിക്കുമെന്ന ഭയം നേതൃത്വത്തിനുണ്ട്. അതേസമയം കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകൾ രാഹുൽ നടത്തുമോ എന്നുള്ള ആശങ്കയും നേതൃത്വത്തിനുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലെത്തിയിരുന്നു. ഒപ്പം പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ അല്ലെങ്കിൽ ഒരു പ്രതികരണത്തിന് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. ഇന്നും അത്തരത്തിൽ തന്നെയാണ്, രാഹുൽ വീട്ടിൽ തന്നെയാണ് തുടരുന്നത്. എന്തായിരിക്കാം ഇനി അടുത്ത നീക്കം? നെല്ലിമുക്കുള്ള വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. വീട്ടിൽ രാഹുൽ മാങ്കൂട്ടമുണ്ട്. വീടിന് പുറത്ത് മാധ്യമ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. വീട്ടിൽ രാഹുൽ മാങ്കൂട്ടമുണ്ട്. വീടിന് പുറത്ത് മാധ്യമങ്ങളുണ്ട്. പ്രതികരണം ആരായുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇനി പ്രതികരിക്കാനില്ല എന്നുള്ള നിലപാടിലേക്ക് രാഹുൽ മാറുന്നു. ഇനി ഒരു അറിയിപ്പ് ഉണ്ടായതിനു ശേഷം മാത്രം മാധ്യമങ്ങളോട് പ്രതികരിച്ചാൽ മതി എന്നാണ് കോൺഗ്രസ് ഉന്നത നേതൃത്വം രാഹുലിന് നൽകിയിരിക്കുന്ന താക്കീത്. അത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമോ എന്നുള്ള ഭയം, ആശങ്ക നേതൃത്വത്തിന് ഉള്ളതുകൊണ്ട് കൂടി തന്നെയാണ് രാഹുൽ സ്വയം ന്യായീകരിക്കുന്നതിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ, ഈ ഇരകളെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ നടത്തിയാൽ, ആരോപണങ്ങൾ നടത്തിയാൽ അത് കോൺഗ്രസിനെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രതിരോധത്തിൽ ആക്കും. ഇനി ഇത് വിഷയം പരിഹരിക്കാനാകാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറി പോകുമോ എന്നുള്ള ഭയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടം വൈകിട്ട് നടത്താനിരുന്ന വാർത്താ സമ്മേളനം നേതൃത്വം ഇടപെട്ട് റദ്ദാക്കിയത്. അതിൽ നിന്ന് പിന്മാറണമെന്ന് രാഹുലിനെ അറിയിക്കുകയും ചെയ്തത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം വീട്ടിൽ തന്നെ തുടരുകയാണ്. ഇന്നലെ രാത്രി വീട്ടിലുണ്ട്. ഇന്ന് ഈ സമയവും രാഹുൽ മാങ്കൂട്ടം അടൂരിലെ വീട്ടിൽ തന്നെ തുടരുന്നു. യാതൊരുവിധ പ്രതികരണത്തിനും ഇനി കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഒരു അറിയിപ്പ് ലഭിക്കുന്ന സമയം വരെയും രാഹുൽ മുതിരില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു ഏവരും ഉറ്റുനോക്കിയ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രാഹുലിന്റെ രാജിക്ക് വേണ്ടി AICC തലത്തിൽ, ഹൈക്കമാൻഡ് തലത്തിൽ വരെ സമ്മർദ്ദം ഏറുകയാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. രാജി കൂടിയേ തീരൂ എന്ന VD സതീശൻ അടക്കമുള്ള ആളുകൾ രാഹുലിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നലെ വാർത്താ സമ്മേളനം നടത്താൻ ഒരുങ്ങിയ രാഹുൽ രാജി പ്രഖ്യാപനത്തിലല്ല, തന്റെ ഭാഗത്തുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മാധ്യമ സമ്മേളനം വിളിച്ചത് എന്നാണ് നിലവിൽ രാഹുലിന്റെ ആ സമയത്തെ നിലപാട്. പക്ഷേ അത് കോൺഗ്രസിനെ കൂടുതൽ കുരുക്കിലേക്ക് മാറ്റുന്ന രീതിയിൽ, ഇപ്പോൾ ഉള്ള വിഷയം കൂടുതൽ സങ്കീർണമാക്കുന്നതിലേക്ക് കാര്യങ്ങൾ വഴിമാറുമെന്നുള്ള ഭയം നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. അത് ഇരകളെ, ഇപ്പോൾ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വനിതകളെ, ഇരകളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ രാഹുൽ എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങൾ നടത്തിയാൽ, കൂടുതൽ തെളിവുകൾ തന്റെ കൈവശമുണ്ട്, അത് പുറത്തുവിടുന്നതിന് വേണ്ടി ഇരകളെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് രാഹുൽ പെരുമാറിയാൽ അത് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ വലിയ രീതിയിൽ വെട്ടിലാക്കും. ഒപ്പം കോൺഗ്രസിലെ തന്നെ, UDF തന്നെ മറ്റ് MLA-മാർക്കെതിരെ ലൈംഗിക ആരോപണ പീഡന പരാതികൾ നേരത്തെ ഉയർന്നിട്ടുണ്ട്. അവരും രാജിവെക്കണം എന്ന് രാഹുൽ ആവശ്യപ്പെട്ടാൽ അതും UDF-നെ, കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കും. സമാനമായി കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഉയർന്നിരിക്കുന്ന, നേരത്തെ വന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഈ സമാനമായ കേസ് സംഭവങ്ങളിൽ രാഹുലിന്റെ കൈവശം തെളിവുകളുണ്ട്, അത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കാനുള്ള ഒരു ശ്രമവും രാഹുൽ നടത്തിയേക്കാം എന്നുള്ള ഭയം, ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അത് കൊണ്ടുകൂടിയൊക്കെ തന്നെയാണ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ രാഹുൽ മാങ്കൂട്ടം പ്രതികരിക്കേണ്ടതില്ല, വാതുറക്കേണ്ടതില്ല എന്നുള്ള കർശന നിർദ്ദേശം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വീട്ടിൽ തന്നെ തുടരുകയാണ് രാഹുൽ. പ്രതികരണത്തിനൊന്നും തയ്യാറാകുന്നില്ല. വലിയ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ, പരാതികൾ പല വനിതകളുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഒന്നിനു പുറകെ മറ്റൊന്നായി രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയർന്നു വരുന്നു. അതിലൊന്നും യാതൊരുവിധ പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല, വ്യക്തത വരുത്തിയിട്ടുമില്ല. അത് ഗർഭചിത്രം നിർബന്ധിക്കുന്നത്, ഒപ്പം വധഭീഷണി അടക്കമുള്ള ഓഡിയോ സന്ദേശങ്ങൾ, ശബ്ദശകലങ്ങൾ രാഹുലിൻ്റെതാണ് കണക്കാക്കപ്പെടുന്നത് പുറത്തേക്ക് വരുന്നു. ഇതിലൊക്കെയുള്ള ശബ്ദം രാഹുലിൻ്റെതാണോ അല്ലയോ എന്ന് അന്ന് രാജി പ്രഖ്യാപനം നടത്തുന്ന ദിവസവും മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അതിലും വ്യക്തത വരുത്താതെ ഇതൊക്കെ കൃത്രിമമായി ഉണ്ടാക്കാവുന്ന കാലമാണല്ലോ എന്ന് മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോയ, ഒളിച്ചോടിപ്പോയ രാഹുൽ മാങ്കൂട്ടമാണ് ഇപ്പോഴും ഇങ്ങനെ പ്രതികരണം നടത്താൻ തയ്യാറാകാതെ വീട്ടിൽ തന്നെ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇനി ഒരു നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ, ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വാതുറക്കേണ്ടതില്ല എന്നാണ് ആ നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ആ രീതിയിൽ തന്നെ രാഹുൽ തുടരുന്നു. ഇനി AICC തലത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്ക് വേണ്ടിയുള്ള മുറവിളികൾ ഉയരുന്നുണ്ട്. രാജി സമ്മർദ്ദം കൂടുതലായി വരുന്നുണ്ട്. VD സതീശനടക്കം വ്യക്തിപരമായി VD സതീശൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രാഹുലിൻ്റെ രാജിക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇനിയുള്ള മണിക്കൂറുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമോ എന്ന് അറിയുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടൂർ നെല്ലിമുകളിലുള്ള വീടിന് മുന്നിൽ മാധ്യമങ്ങളും കാത്തു നിൽക്കുന്നുണ്ട്. വിഷ്ണു. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.